ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകം യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 23 വരെ. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള ദേവവചനങ്ങളെ കേൾപ്പിൻ. അനന്തരം ഹാസോർ രാജാവായ യാബിൻ ഇത് കേട്ടപ്പോൾ അവൻ മാദോൻ രാജാവായ യോബാബ്, ഷിമ്രോൻ രാജാവ്, അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നരോത്തിന് തിക്ക സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറും ദോർമേടുകളിലും ഉള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്ക് പടിഞ്ഞാറുമുള്ള കന്യാർ പർവ്വതങ്ങളെ അമോരിയോർ, ഹിത്യർ, പെരിസിയർ, യബൂസിയർ, മിസ് പ്രദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹേവിയർ എന്നിവരുടെ അടുക്കലും ആളെ അയച്ചു. അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടി സൈന്യങ്ങളുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മേരാം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി. അപ്പോൾ യഹോവ യോശുവയോട്, അവരെ പേടിക്കണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. നീ അവരുടെ കുതിരകളുടെ കുതിഞ്ഞെരുമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം. അങ്ങനെ യോശുവയും പടിജനമൊക്കെയും മേരാം തടാകത്തിനരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു. യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിലേൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. മഹാനഗരമായ സീദോൻ വരെയും മിസ്രഫോത്ത് മിയം വരെയും കിഴക്കോട്ട് മിസ്പെ താഴ്വീതിയും വരെയും അവരെ ഓടിച്ചു. ആരും ശേഷിക്കാത്ത വണ്ണം സംഹരിച്ചു കളഞ്ഞു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു. അവരുടെ കുതിരകളുടെ കുതിഞ്ഞെരുമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു. യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങളിലൊക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വയത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോട് ശേഷിച്ചില്ല. അവർ ഹാസോരിനെ തീ കൊടുത്തു ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെയും യോശുവ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു, യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങൾ ഒന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരൊക്കെയും അവർ വാളിന്റെ വായ്ത്തലയിൽ സംഹരിച്ചു. ആരെയും ജീവനോടെയും ശേഷിച്ചില്ല. യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല. ഇങ്ങനെ മലനാടും ദേശമൊക്കെയും ഗോഷൻ ദേശമൊക്കെയും താഴ്വീതിയിലും ആരാബയും ഇസ്രായേൽ മലനാടും അതിൻ്റെ താഴ്വീതിയും സെരിയിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബോൻ താഴ്വരയിലെ മാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. അവിടങ്ങളിൽ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ച് വെട്ടിക്കൊന്നു. ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറിയ കാലം യുദ്ധം ചെയ്തിരുന്നു. ഗെബിയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സംഗീത ചെയ്തില്ല. ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചെടുക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമ്മൂലമാക്കുകയും കരഞ്ഞുകൂടാതെ നശിപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേൽ മലനാട് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയും അന്യാകരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോട് കൂടെ യോശുവ അവരെ നിർമ്മൂലമാക്കി. ഗാസയിലും ഗത്തിയിലും അസോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അന്യാകനും ശേഷിച്ചിരുന്നില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്ന് ഇവിടെ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ വേദഭാഗം വായിച്ചു തീരുന്നു. Bye.
Study